നമസ്കാരം എല്ലാ പ്രിയ +2 തുല്യതാ പഠിതാക്കളെയും +2 ഹിസ്റ്ററി പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സിലെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് നോക്കുന്നത് 11ാമത്തെ ചാപ്റ്റർ മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനം എന്നുള്ള ചാപ്റ്റർ നമ്പർ 11 മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനം എന്നുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്നാണ് സ്ഥിരമായിട്ട് എസ്സേ ചോദിക്കാറുണ്ട് +2 തുല്യതാ ഹിസ്റ്ററി പരീക്ഷയിൽ. ചോദ്യം എങ്ങനെയാണ്: ഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഗാന്ധിജി നൽകിയ സംഭാവനകൾ. ആ എസ്സേ ആണ്. നമ്മുടെ സമരങ്ങളെക്കുറിച്ച് എഴുതാനാണ്. ഇതിൽ ചമ്പാരൻ തുടങ്ങി റൗലറ്റ് നിയമം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ ഒരു 6 സമരങ്ങളെക്കുറിച്ച് പഠിച്ചു വെക്കണം. അപ്പോൾ ഈ സമരങ്ങളെ കോർത്തിണക്കി എഴുതുന്ന എസ്സേ ആണത്. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഗാന്ധിജി നൽകിയ സംഭാവനയെക്കുറിച്ചുള്ള എസ്സേ ആണ്. ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങളാണ് ചോദ്യം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 150 മുതലുള്ള പേജ് നമ്പറിലുണ്ട്. ചാപ്റ്റർ നമ്പർ 11 ഇപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ചമ്പാരൻ സമരമാണ്. ചമ്പാരൻ സമരം ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സമരം. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ആണെന്ത്? അങ്ങനെ പ്രത്യേകത ഉണ്ട് ഈ ചമ്പാരൻ സമരത്തിന്. 1917 വർഷം. 1917. അപ്പോൾ ഈ ടൈം ലൈനൊക്കെ ചോദിക്കുന്നതാണ്. ഈ സ്റ്റാർട്ടിംഗ് ആണത്. ഇവിടെയാണ് സമരം ആരംഭിക്കുന്നത്. വർഷം 1917. എന്താ ചമ്പാരൻ സത്യാഗ്രഹം നോക്കാം. ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടുടമകൾ ചൂഷണം ചെയ്യുന്നു. ഇതറിഞ്ഞ് ഗാന്ധിജി അവിടെ എത്തി, ചമ്പാരനിലെത്തി. ആ കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് പഠിച്ച് ആ സമരം പരിഹാരം കാണുന്നു. ആ സമരമാണെന്ത്? ചമ്പാരൻ സമരം. നമ്മൾ അതിലെന്തൊക്കെ എഴുതേണ്ടത്? ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സമരം. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സമരം. 1917 ചമ്പാരൻ സമരം നടന്നത്. 1917 ഈ ചമ്പാരൻ സമരം നടന്നത്. എന്താ ചമ്പാരൻ സമരം നോക്കൂ. ചമ്പാരനിലെ നീലം കർഷകരെ, ഒരു തോട്ടവിളാണ് നീലം. ആ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടുടമകൾ ചൂഷണം ചെയ്യുന്നത്. ഇതിനെതിരെ ഗാന്ധിജി ചമ്പാരനിലെത്തുകയും കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് വിശദമായി പഠിച്ച് അവിടുത്തെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്തു? റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഗവൺമെൻറ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഈ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഇതാണെന്ത്? ചമ്പാരൻ സമരം. ഒന്നുകൂടെ പറയാം. ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ട ഉടമകൾ ചൂഷണം ചെയ്യുന്നു. ഇതിനെതിരെ ഗാന്ധിജി ചമ്പാരനിലെത്തുകയും കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് വിശദമായി പഠിക്കുകയും ഗവൺമെൻറ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്ത് കർഷകരുടെ ഭൂരിഭാഗ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു. ഭൂരിഭാഗ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അപ്പോൾ ഈ സമരമാണ് എന്ത്? ചമ്പാരൻ സമരം. വർഷം 1917. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരമാണെന്ത്? ചമ്പാരൻ സമരം. വർഷം 1917. 1917. നമുക്കൊരു പാട്ട് വെച്ച് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. 17ൻ്റെ പൂങ്കരളിൽ പാടത്തു പൂവിട്ടതെന്താണ്, പറയാതെൻ്റെ പൂങ്കനവിൽ മാറത്തു നീ തൊട്ട മറുകാണ്, പറയൂ പറയൂ നീ നല്ലഴകെ, പനിനീർ ചെടിയോ പാൽമുല്ലകളോ, പ്രേമം പണ്ടേ വരം വിട്ട പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ ചൊല്ലേ, 17ൻ്റെ പൂങ്കരളിൽ പാടത്തു പൂവിട്ടതെന്താണ്. ഈ പാട്ട് ഓർക്കുമ്പോൾ നമുക്ക് ആ 17 അവിടെ കിടക്കും മനസ്സിൽ. 1917. 1917. 1917 ഇന്ത്യയിലെ ആദ്യത്തെ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ സമരം 1917. 1917. സമരത്തിൻ്റെ പേര് ചമ്പാരൻ സമരം. എന്താ ചമ്പാരൻ സമരം? ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ട ഉടമകൾ ചൂഷണം ചെയ്യുന്നു. ഇതറിഞ്ഞ ഗാന്ധിജി ചമ്പാരനിലെത്തുകയും ആ കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് വിശദമായി പഠിച്ച് ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് കർഷകരുടെ ഭൂരിഭാഗ പ്രശ്നങ്ങളും പരിഹാരം കണ്ടെത്തി. ഇതാണെന്ത്? ചമ്പാരൻ സമരം. അപ്പോൾ ചമ്പാരൻ സമരം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ചമ്പാരൻ സമരമാണ് ആദ്യം പഠിക്കേണ്ടത്. ഇതിലെ ചമ്പാരൻ സമരമാണ് ആദ്യം പഠിക്കേണ്ടത്. അടുത്ത വർഷമാണ് 1918. അത് അഹമ്മദാബാദ് മിൽ സമരമാണ്. അഹമ്മദാബാദ് സമരം 1918 അഹമ്മദാബാദ് സമരം നടക്കുന്നത്. അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾ വേതന വർധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് അഹമ്മദാബാദ് സമരം.
1918 വർഷം. അപ്പോൾ നമ്മൾ 17 പഠിച്ചു ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത 18 പഠിക്കുകയാണ് അഹമ്മദാബാദ് സമരം. എന്താ അഹമ്മദാബാദ് സമരം? അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾ വേതന വർധന ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് ഈ അഹമ്മദാബാദ് സമരം. അതേ വർഷം തന്നെയാണ് ഈ ഗുജറാത്തിലെ ഖേഡ സമരമുണ്ട്. ഗുജറാത്തിലെ ഖേഡയിലെ കർഷകർ ഭൂനികുതിയിൽ ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരമാണ് ഖേഡ സമരം. ഗുജറാത്തിലെ ഖേഡയിലെ കർഷകർ ഭൂനികുതിയിൽ നിന്ന് ഇളവ് അനുവദിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ഖേഡ സമരം. അപ്പോൾ ഈ അഹമ്മദാബാദ് സമരവും ഖേഡ സമരവും നടന്ന വർഷം 1918. അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് അഹമ്മദാബാദ് സമരം. അത് 1918. അതേ വർഷം തന്നെയാണ് എന്ത് വരുന്നത്? ഖേഡ സമരം. ഗുജറാത്തിലെ ഖേഡയിൽ എന്താണ് കർഷകർ എന്ത് ചെയ്തു? ഭൂനികുതിയിൽ നിന്ന് ഇളവ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് ഖേഡ സമരം. അപ്പോൾ 2 വർഷം അവിടെ കഴിഞ്ഞു. 17 കഴിഞ്ഞു, 18 കഴിഞ്ഞു. 17 ചമ്പാരൻ സമരം, 18 2 സമരം പറഞ്ഞു. അഹമ്മദാബാദ് മിൽ സമരവും പിന്നെ ഖേഡ സമരവും. ഗുജറാത്തിലാണ് ഖേഡ. ഞാൻ 18 കഴിഞ്ഞ് നമ്മൾ പോകും 19ലേക്ക് പോവാണ്. 19ലാണ് എന്ത്? ജാലിയൻ വാലാബാഗ് ദുരന്തം. 1919 ജാലിയൻ വാലാബാഗ് ദുരന്തം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കേട്ടില്ലേ നമ്മൾ? ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് ആക്ട്. ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണ് എന്ത്? റൗലറ്റ് ആക്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് 1919 എന്ത് പാസ്സാക്കി? ഇന്ത്യയിൽ റൗലറ്റ് ആക്ട് പാസ്സാക്കി. 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ എന്ത് പാസ്സാക്കി? റൗലറ്റ് ആക്ട്. എന്താ റൗലറ്റ് ആക്ട്? ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണെന്ത്? റൗലറ്റ് ആക്ട്. ഈ റൗലറ്റ് ആക്ട് എവിടെ പാസ്സാക്കി? ഇന്ത്യയിൽ പാസ്സാക്കി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഇതിനെതിരെ ഇന്ത്യ ഒട്ടാകെ നടന്ന പ്രതിഷേധം നടന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പഞ്ചാബിലെ അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധക്കാർ ഒത്തുകൂടി. ജാലിയൻ വാലാബാഗ് ദുരന്തമാണ് നമ്മൾ പറയുന്നത്. വർഷം 1919. എന്താ സംഭവം? എന്താണ്? പഞ്ചാബിനടുത്തുള്ള അമൃത്സറിൽ ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ പ്രതിഷേധക്കാർ ഒത്തുകൂടി. എന്തിനെതിരെ പ്രതിഷേധമാണ്? പറഞ്ഞല്ലോ എന്തിനെതിരെ പ്രതിഷേധമാണ്? റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധമാണ്. എന്താ റൗലറ്റ് ആക്ട്? ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് ആക്ട്. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് 1919 റൗലറ്റ് ആക്ട് പാസ്സാക്കി. ഇതിനെതിരെ രാജ്യമൊട്ടാകെ എന്ത് നടക്കുകയാണ്? പ്രതിഷേധം നടക്കുകയാണ്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രതിഷേധം നടക്കുന്നു ഇവിടെ പഞ്ചാബിലെ അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ. ഈ മൈതാനത്തിന് ഒരു കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതിഷേധം തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ജനറൽ ഡയർ പറഞ്ഞ ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഈ കവാടം വളയുകയും മൈതാനത്തിലേക്ക് വെടിവെക്കുകയും ചെയ്തു. 400-ലേറെ പേര് കൊല്ലപ്പെടുകയും അതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം, അല്ലെങ്കിൽ കൂട്ടക്കൊല എന്നൊക്കെ പറയാം. 400-ലധികം പേര് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 151 പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജാലിയൻ വാലാബാഗ് പറഞ്ഞപ്പോൾ വർഷം 1919 എത്തി. നമ്മൾ 17 പറഞ്ഞു ചമ്പാരൻ, 18 അഹമ്മദാബാദ് മിൽ സമരവും ഖേഡ സമരവും പഠിച്ചു. 19 എന്ത് പഠിച്ചു? 2 19 റൗലറ്റ് ആക്ടും ഉണ്ട്, 19 ജാലിയൻ വാലാബാഗും ഉണ്ട്. റൗലറ്റ് ആക്ട്, ജാലിയൻ വാലാബാഗ്. റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടാണ് എന്ത് പഠിക്കേണ്ടത്? ജാലിയൻ വാലാബാഗ് പഠിക്കേണ്ടത്. റൗലറ്റ് ആക്ട് എന്താണ്? ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണ് എന്ത്? റൗലറ്റ് ആക്ട്. അപ്പോൾ റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിക്കാൻ നടന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഉദാഹരണ സംഭവമാണ് എന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി നമ്മൾ അടുത്ത പഠിക്കുക എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം. 20ലാണ് ഓർഡറിൽ തന്നെ വർഷം വരുന്നത്. 17 കഴിഞ്ഞു, 18 കഴിഞ്ഞു, 19 കഴിഞ്ഞു, 20. 1920 നിസ്സഹകരണ പ്രസ്ഥാനം. ഇതിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ടൈം ലൈനും വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. ടൈം ലൈനിൽ പരീക്ഷയ്ക്ക് വരും ഇങ്ങനെ വർഷങ്ങൾ മാച്ച് ചെയ്യാൻ, സംഭവങ്ങളും വർഷങ്ങളും ഈ പാഠത്തിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഓർഡറിൽ കിട്ടും. 20 ഇപ്പോൾ നമ്മൾ 20 എന്താണ്? 1920 എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ്. 1920 എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം. ആരാണ് ഉണ്ടാക്കിയത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക.
ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷുകാരുടെ എല്ലാ നയങ്ങളോടും നിസ്സഹകരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. എന്നിട്ട് പറയാം, ബ്രിട്ടീഷുകാരുടെ എല്ലാ നയങ്ങളോടും നിസ്സഹകരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ബ്രിട്ടീഷുകാരുടെ എല്ലാ നയങ്ങളോടും നിസ്സഹകരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇത് നിസ്സഹകരണ പ്രസ്ഥാനം. ആ പേരിലെല്ലാം ഉണ്ട്, നിസ്സഹകരണം, സഹകരിക്കാതിരിക്കുക, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളോടും എന്ത് ചെയ്യുന്ന മുഖം തിരിക്കുന്ന ഒരു നിലപാട്, അതാണെന്ത് നിസ്സഹകരണ പ്രസ്ഥാനം. അത് തുടങ്ങിയത് 1920 ഗാന്ധിജിയാണ്. അപ്പോൾ വർഷവും പഠിച്ചു, നിസ്സഹകരണ പ്രസ്ഥാനവും പഠിച്ചു. ഇനി നമ്മൾ പോകുന്നതാണ് 20 കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട് അവിടെ. പിന്നെ നമ്മൾ പോകുന്നതാണ് 1930 പോകുന്നത്. 20 കഴിഞ്ഞ് പിന്നെ ഒരു 10 വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് 30 പോകുന്നുണ്ട്. അവിടെ ഉപ്പ് സത്യാഗ്രഹം. അതിനിടയ്ക്ക് വേറെ ചെറിയ സംഭവം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. 22 നമ്മുടെ ചൗരി ചൗര സംഭവം 22 ചൗരി ചൗര സംഭവം പറയുന്നുണ്ട്. അതൊന്ന് പറയാം. 22 ഉണ്ട്, ചൗരി ചൗര സംഭവം ഉണ്ട്. അതെന്താ വെച്ചാൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിലെ കർഷകർ സമാധാനപരമായി സമരം ചെയ്യുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ നയങ്ങൾക്കെതിരെ ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിലെ കർഷകർ സമാധാനപരമായി സമരം ചെയ്യുന്നു. യാതൊരു പ്രകോപനവും കൂടാതെ ബ്രിട്ടീഷ് പോലീസ് സമരത്തിലേക്ക് നിറയൊഴിച്ചു. ഇതിൽ ക്ഷുഭിതരായ പ്രതിഷേധക്കാർ കർഷകരടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടുന്ന ആ സംഭവമാണ് എന്ത് ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിലെ കർഷകർ ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ സമാധാനപരമായി സമരം ചെയ്യായിരുന്നു. ഒരു കഥ പോലെ പഠിച്ചാൽ മതി. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിലെ കർഷകർ ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ സമാധാനപരമായി സമരം ചെയ്യായിരുന്നു. എന്നാൽ യാതൊരു പ്രകോപനവും കൂടാതെ ബ്രിട്ടീഷ് പോലീസ് സമരത്തിലേക്ക് നിറയൊഴിച്ചു, വെടിവെച്ചു. ഇതിൽ ക്ഷുഭിതരായ സമരക്കാർ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ തീ വെച്ചിട്ട് 21 പോലീസുകാർ വെന്ത് മരിക്കുകയാണ്. 21 പോലീസുകാർ വെന്ത് മരിച്ചു. ഈ സംഭവമാണ് എന്ത് ചൗരി ചൗര സംഭവം. ആ ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ചൗരി ചൗര സംഭവം. വർഷം 1922. നിങ്ങളവിടെ 22 പോലീസുകാർ വെന്ത് മരിച്ചു എന്ന് കണക്ട് ചെയ്ത് അടിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റും. അത് 1922 എന്തുണ്ടത് ചൗരി ചൗര സംഭവം. ഇതിൽ ഗാന്ധിജിക്ക് ഭയങ്കര വിഷമമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിക്കുന്നുണ്ട്. ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, നിസ്സഹകരണ പ്രസ്ഥാനം, ഇത്രയും വലിയ ദാരുണ സംഭവം ഉണ്ടായല്ലോ, രക്തച്ചൊരിച്ചിലുണ്ടായല്ലോ എന്ന് അതിൽ വേദന ഉൾക്കൊണ്ടിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, ചൗരി ചൗര സംഭവത്തിന് ശേഷമാണ് ഗാന്ധിജി 1922 ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇതിലേക്ക് പോകണം. 1930 പോകുന്നു. 30 ഉപ്പ് സത്യാഗ്രഹം. അതിൻ്റെ മറ്റു പേരാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഉപ്പ് സത്യാഗ്രഹം അറിയാലോ, ഗാന്ധിജിയുടെ രണ്ടാമത്തെ പ്രധാന പരിപാടിയായിരുന്നു ഈ ഉപ്പ് സത്യാഗ്രഹം. ആദ്യത്തെ ചമ്പാരൻ പറഞ്ഞു കഴിഞ്ഞു. 1930 ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ആദ്യമായിട്ട് നിയമം ലംഘിക്കുകയാണ് ഗാന്ധിജി. അവിടെ പറയുന്നുണ്ട് 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ രണ്ടാമത്തെ പ്രധാന സമര പരിപാടി. ഉപ്പുണ്ടാക്കാനുള്ള അധികാരം, വിൽക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിന് മാത്രം നിക്ഷിപ്തമായിരുന്നു. ഉപ്പ് നിർമ്മിക്കാനും വിൽക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിന് മാത്രം നിക്ഷിപ്തമായിരുന്നു. ഈ നിയമം എന്ത് ചെയ്യുന്നത്, ഗാന്ധിജിയും കൂട്ടരും എന്ത് ചെയ്യാണ്, പരസ്യമായി ലംഘിച്ചെന്നുണ്ടാക്കുന്നു, ഉപ്പുണ്ടാക്കുന്നു. ഗാന്ധിജി 1930 ദണ്ഡി കടപ്പുറത്ത് നിന്ന് സബർമതിയിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിക്കുക. ആ ദണ്ഡി കടപ്പുറത്ത് വെച്ചാണ് ഇന്ന് ഗാന്ധിജിയും അനുയായികളും പരസ്യമായി എന്ത് ചെയ്യുന്നത്, ഈ നിയമം ലംഘിച്ചുകൊണ്ട് പരസ്യമായി ഉപ്പുണ്ടാക്കുകയാണ്. ഇതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉപ്പ് സത്യാഗ്രഹം. വർഷം 1930. അപ്പോൾ നമ്മൾ ഉപ്പ് സത്യാഗ്രഹം പഠിച്ചു, 1930 പഠിച്ചു. അപ്പോൾ വർഷം ഒന്നുകൂടെ ഓർമ്മ ഉണ്ടാവല്ലോ. 17, 18 ചമ്പാരൻ, 18 അഹമ്മദാബാദ് മിൽ സമരവും കേഡ സമരവും, 19 വന്നത് റൗലറ്റ് ആക്റ്റും അതുപോലെ ജാലിയൻ വാലാബാഗും, 20 വന്നത് നിസ്സഹകരണ പ്രസ്ഥാനം, 22 വരുന്നത് നമ്മുടെ ചൗരി ചൗര സംഭവം, പിന്നെ 30 ഒരു വലിയ വ്യത്യാസമുണ്ട് അവിടെ. 30 എന്താ വരുന്നത്, ഉപ്പ് സത്യാഗ്രഹം. ഇനി അവസാനത്താണ് 30 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 42 42 ഓർത്തൊക്കെ എളുപ്പമാണ്. സ്വാതന്ത്ര്യത്തിന് 5 വർഷം മുമ്പ് 47 സ്വാതന്ത്ര്യം കിട്ടിയ 5 വർഷം മുമ്പ് 42 എന്ത് ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞിട്ട്
ഇവിടെ 30 ഉപ്പുസത്യം കഴിഞ്ഞ് പിന്നെ ഇവർ അടുത്ത വർഷം 42 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഇന്ത്യൻ ജനതയ്ക്ക് കൊടുത്തത് ഗാന്ധിജി ഈ സമരവേദിയിൽ നിന്നാണ്. ഈ സമരവേദിയിൽ നിന്നാണ്, ക്വിറ്റ് ഇന്ത്യ സമരവേദിയിൽ നിന്നാണ്. ഗാന്ധിജിയുടെ 3ാമത്തെ സമരപരിപാടിയാണ് ക്വിറ്റ് ഇന്ത്യ. ഗാന്ധിജിയുടെ 3ാമത്തെ സമരപരിപാടിയാണ്, സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. വർഷം 1942 ആഗസ്റ്റ് 8. 1942 ആഗസ്റ്റ് 8 ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാരുടെ ഉടൻ ഇന്ത്യ വിട്ടു പോകാൻ വേണ്ടി ഗാന്ധിജി ആഹ്വാനം ചെയ്തു. 1942 ആഗസ്റ്റ് 8 ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനമുണ്ട്. ആ വാർഷിക സമ്മേളന നേരിൽ വെച്ചിട്ട് ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോകാൻ ആഹ്വാനം ചെയ്തു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഈ വേദിയിൽ വെച്ചാണ് ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഈ ക്വിറ്റ് ഇന്ത്യ സമ്മേളന വേദിയിൽ, സമരവേദിയിൽ വെച്ചാണ് ഗാന്ധി ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയത്. എന്താ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം? ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോകാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോകാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി നയിച്ച പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. വർഷം 1942 ആഗസ്റ്റ് 8 ബോംബെയിൽ വെച്ച് കൂടിയ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളന വേദിയിൽ വെച്ചാണ് ഇങ്ങനെ ആഹ്വാനം ചെയ്തത്. ഇതാണ് എന്ത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് സമ്മേളന നേരിൽ വെച്ചിട്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഒരു ബഹുജന പ്രസ്ഥാനമാണെന്ന് പറയുന്നുണ്ട്. സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ അണിചേർന്നു. സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ അണിനിരന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 42 വരെ എത്തിയത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. പിന്നെ 48 ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. 48 ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ ഇതാണ് ടൈം ലൈന്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു 4-5 സമരം നന്നായിട്ട് പഠിച്ചു വെക്കണം. കാരണം എസ്സേ ചോദിക്കും. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ സമരങ്ങളെക്കുറിച്ച് ചോദിക്കാം. ഗാന്ധിജിയുടെ സമരങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഗാന്ധിജി നൽകിയ സംഭാവനകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു 4-5 സമരങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ പറയാൻ വിട്ടുപോയൊരു സമരം കൂടി ഉണ്ടായിരുന്നു, ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനം മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ ഖലീഫയെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച്, ബ്രിട്ടീഷുകാർ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് അലി സഹോദരന്മാരായ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നിവർ ചെയ്തുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഖിലാഫത്ത്. ഇതും വർഷം 1919. റൗലറ്റ് ആക്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ജാലിയൻവാലാബാഗിൻ്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ട സംഭവമാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം. മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്ന ഖലീഫയെ ബ്രിട്ടീഷുകാർ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് അലി സഹോദരന്മാരായ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നിവർ ചേർത്തുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പോൾ ഈ എസ്സേ നന്നായിട്ട് പഠിച്ചോളാം. പേജ് നമ്പർ പറഞ്ഞു. ചാപ്റ്റർ 11 ഇമ്പോർട്ടൻ്റ് ആണ്, തള്ളിക്കളയരുത്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ക്ലാസ് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.